വൈഫിനെ പോസ്റ്റ്നേറ്റൽ കെയറിനുള്ള ചികിത്സയ്ക്ക് വേണ്ടി ഇപ്പോൾ മണ്ണാർക്കാട് ശാന്തി ആശ്രമത്തിലാണ് വന്നിരിക്കുന്നത്. നല്ല അറ്റ്മോസ്ഫിയറാണ്, നല്ല ഫുഡ്, പ്ലേസ് നല്ല കാമായിട്ടുള്ള പ്ലേസാണ്, അഫോർഡബിൾ പ്രൈസാണ്, വൈഫും സാറ്റിസ്ഫൈഡ് ആണ്. ഞങ്ങളിപ്പോൾ 14 ദിവസത്തെ പാക്കേജിനാണ് വന്നത്. എല്ലാ ദിവസവും രാവിലെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് കുട്ടിക്കും വൈഫിനും. അത് കഴിഞ്ഞു ഇപ്പോൾ 14ാമത്തെ ദിവസമാണ്, ഇന്നേക്ക് ലാസ്റ്റ് ദിവസമാണ്. എന്തായാലും ഞങ്ങളതിൽ വളരെ ഹാപ്പിയാണ്. ആശുപത്രികളിൽ നിന്നുകൊണ്ട് ചികിത്സ എടുക്കുന്ന ആ ഒരു പ്രക്രിയയിൽ നിന്ന് വിഭിന്നമായി ഒരു കുടുംബാന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് നിന്ന് ചികിത്സകൾ എടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മാനസികമായിട്ടുണ്ടാകുന്ന സംഘർഷങ്ങൾ വളരെയധികം വലിയ തോതിൽ തന്നെ നമുക്ക് കുറഞ്ഞു കാണുന്നതായിട്ട് കാണാറുണ്ട്. സ്വദേശീയരും വിദേശീയരും ആയ ജനങ്ങൾ ഒട്ടനവധി പേർ ഇതിനോടകം തന്നെ ഇവിടെ വന്ന് ഈ ചികിത്സയുടെ ഫലപ്രാപ്തി അനുഭവിച്ചറിഞ്ഞവരാണ്. ഈ അമിതവണ്ണം പല രോഗങ്ങളുടെയും ഭാഗമായിട്ട് നമുക്ക് വരാറുണ്ട്, അല്ലെങ്കിൽ അമിതവണ്ണം കൊണ്ട് പല രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡെയിലി ഷെഡ്യൂൾ നമ്മൾ ആ ഒരു രോഗിക്ക് പറഞ്ഞു കൊടുക്കും. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 7 കിലോമീറ്റർ വിട്ട് അരിയൂർ വേങ്ങ എന്നുള്ള സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കർക്കിടകം കഴിയും മുൻപേ ആയുർവേദത്തിനൊപ്പം കൂടാം. കുടുംബാന്തരീക്ഷത്തിൽ നൽകുന്ന പരിചരണത്തിനൊപ്പം മാനസികോല്ലാസത്തിനും പ്രാധാന്യം നൽകി ശാന്തി ആയുർവേദ ആശ്രമം ചികിത്സാരംഗത്ത് 12 വർഷം പിന്നിടുന്നു. പ്രസവാനന്തര പരിചരണത്തിന് പ്രത്യേക പാക്കേജുകളും ഒരുക്കുന്നു. കോട്ടോപ്പാടം അരിയൂർ വേങ്ങയിൽ പ്രവർത്തിക്കുന്ന ശാന്തി ആയുർവേദ ആശ്രമം ആയുർവേദ ചികിത്സാ സമ്പ്രദായത്തിന് പുതിയ അടയാളപ്പെടുത്തലായി മാറുകയാണ്. പഞ്ചകർമ്മ ചികിത്സയോടൊപ്പം ആയുർവേദത്തിന്റെ പുതിയ രീതികളും ഇന്ന് ശാന്തി ആയുർവേദ ആശ്രമത്തിൽ ലഭ്യമാകുന്നുണ്ട്. ജീവിതശൈലീ രോഗങ്ങളിൽ നിന്ന് പ്രകൃതിയോടിണങ്ങി മുക്തരാകുവാൻ ആയുർവേദത്തെ തേടുന്നവർക്ക് പുതിയൊരു അനുഭവമാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ യോഗ സെഷൻ ഇവിടെ നടത്തുന്നുണ്ട്. മെഡിറ്റേഷനും ധ്യാനവും, മോർണിംഗ് ടീ ഉണ്ടാവും. അത് ഹെർബൽ ഡിക്കോക്ഷനാണ് കൊടുക്കുന്നത്. സ്നാനമെല്ലാം കഴിഞ്ഞ ശേഷം ഒരു പ്രാതലുണ്ടാവും. രോഗത്തിനനുസരിച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു പഞ്ചകർമ്മ സെഷൻ ഉണ്ട്. രോഗികൾക്ക് ഇത് ചികിത്സാർത്ഥവും അതുപോലെ തന്നെ രോഗപ്രതിരോധത്തിലൂന്നി ഇതിന്റെ ഭാഗമായിട്ടും നമ്മൾ ഈ പഞ്ചകർമ്മ ചികിത്സകൾ ചെയ്യാറുണ്ട്. ഉച്ചഭക്ഷണം കഴിഞ്ഞതിന് ശേഷം കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം വൈകുന്നേരത്ത് ചില രോഗികൾക്ക് നമ്മൾ അഡീഷണൽ സെഷൻ ഓഫ് നമ്മുടെ പഞ്ചകർമ്മ ഉണ്ടാകാറുണ്ട്. പഞ്ചകർമ്മ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരത്ത് പരിസര പ്രദേശങ്ങളിൽ ജസ്റ്റ് ഒന്ന് നടക്കാൻ പോലുള്ള ചെറിയ ലഘു വ്യായാമങ്ങൾ നമ്മൾ അവർക്ക് ശുപാർശ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരത്ത് 7 മണിയോടുകൂടി നമ്മുടെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം റെസ്റ്റാണ്. ഇതാണ് ഏകദേശം ഒരു ദിവസത്തെ ചര്യ എന്ന് പറയുന്നത്. യോഗ, മെഡിറ്റേഷൻ, ആയുർവേദ ഭക്ഷണ പാചക ക്ലാസുകൾ, മരുന്ന് നിർമ്മാണം എന്നിവയെല്ലാം ശാന്തി ആശ്രമത്തിൽ ലഭിക്കുന്നു. രോഗത്തേക്കാൾ രോഗപ്രതിരോധം തേടി സ്വദേശത്തും വിദേശത്തും നിന്നുള്ളവർ ഉൾപ്പെടെ ശാന്തി ആശ്രമത്തിലേക്ക് എത്തുന്നുണ്ട് എന്നത് മുതൽക്കൂട്ടാകുന്നതാണെന്ന് MD ഡോക്ടർ രതീഷ് പറഞ്ഞു. പ്രമേഹം, രക്താതിമർദ്ദം, നടുവേദന, കാൽമുട്ടുവേദന, സന്ധിവാതം എന്നൊക്കെ പറയുന്ന രോഗങ്ങൾ, എല്ലാ രോഗങ്ങൾക്കും ആയുർവേദത്തിൽ ഫലപ്രദമായ ചികിത്സ തന്നെ ഇവിടെയുണ്ട്. ഉള്ളിലേക്ക് കഴിക്കുന്ന മരുന്നുകളും അതുപോലെ ഇവിടെ തങ്ങി നിന്നുകൊണ്ട് എടുക്കുന്ന ചികിത്സാ സമ്പ്രദായവും ഉണ്ട്. ശാരീരിക പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനത്തിനൊപ്പം പ്രാധാന്യം നൽകേണ്ടുന്ന മാനസികവും ആത്മീയവുമായ സമ്മർദ്ദങ്ങളിൽ നിന്നുള്ള അതിജീവനത്തിന് അന്തരീക്ഷമൊരുക്കുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ആയുർവേദത്തിൽ ഓരോ വ്യക്തിക്കും അനുസൃതമായിട്ടുള്ള ചികിത്സാ സമ്പ്രദായമാണ് നമ്മൾ ചെയ്തുകൊണ്ടുവരുന്നത്. തുടക്കത്തിൽ തന്നെ വ്യക്തമായി അവരുടെ എല്ലാ വശങ്ങളും ആലോചിച്ചുകൊണ്ട്, അതുപോലെ വന്നിരിക്കുന്ന രോഗത്തെക്കുറിച്ച് വളരെയധികം നിരീക്ഷിക്കും. അതുപോലെ ജീവിതചര്യകളെക്കുറിച്ച് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കും. ഇതിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞ് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ അവരുടെ ശരീരത്തിൽ വന്നിരിക്കുന്ന വ്യതിയാനങ്ങൾ ഈക്വലൈസ് ചെയ്യാനാണ് പരമാവധി നമ്മൾ ശ്രമിക്കാറുള്ളത്. നാഡീവ്യവസ്ഥ തകരാറുകൾ, ത്വക്ക് സംബന്ധമായ സോറിയാസിസ്, റാഷസ്, അലർജി, PCOD, ആർത്തവ പ്രശ്നങ്ങൾ, അസ്ഥികളെയും സന്ധികളെയും ബാധിക്കുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ആയുർവേദത്തിലൂടെ പുനരുജ്ജീവനം നൽകുവാൻ സഹായിക്കുന്നു. ഇന്ന് പലരും നേരിടുന്ന അമിതവണ്ണം എന്ന ആകുലതയ്ക്ക് പ്രത്യേക പാക്കേജോടെയാണ് ചികിത്സ ഒരുക്കുന്നത്. നമ്മൾ 30 ദിവസം അല്ലെങ്കിൽ 40, 60 അങ്ങനെ ഡേയ്സിൽ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പാക്കേജിൽ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡെയിലി ഷെഡ്യൂൾ നമ്മൾ ആ ഒരു രോഗിക്ക് പറഞ്ഞു കൊടുക്കും. ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങൾ വേണം അല്ലെങ്കിൽ വേണ്ട എന്നുള്ളത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പ്രത്യേകമായിട്ട് നമ്മൾ തയ്യാറാക്കി അതിന് പ്രകാരമുള്ള ഒരു ഭക്ഷണ രീതികളായിരിക്കും കൊടുക്കുക. ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വ്യായാമങ്ങൾ, പ്രത്യേകമായിട്ടുള്ള വർക്കൗട്ടുകളൊക്കെ പറഞ്ഞു കൊടുക്കും. അതുപോലെ ചികിത്സകളുണ്ട്. നമുക്ക് ധാരകള്, മസാജസ്, അതുപോലെ ഉദ്വർത്തനം തുടങ്ങിയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രോസസ്സൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷവും അത് ഫീഡ്ബാക്ക് എന്നുള്ള രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്താൽ മാത്രമേ നമുക്കതിന് കൃത്യമായിട്ട് നമ്മളെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള ഒരു വെയിറ്റ് നമുക്ക് ബാലൻസിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ.
പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനുമായി 7, 14, 21, 28, 30 ദിവസങ്ങളുടെ വിവിധ പാക്കേജുകളിലായി നൽകുന്ന പരിചരണത്തിന് ഇന്ന് ആവശ്യക്കാരേറുന്നു. പുതിയൊരു സ്റ്റെപ്പ് എന്നുള്ള ഒരു കാര്യം നമ്മളിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്രസവാനന്തര പരിചരണമാണ്. അതായത് ഒരു സ്ത്രീ ഗർഭിണിയായതിനു ശേഷം ഉണ്ടാകുന്ന അവരുടെ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ, മാനസികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രസവശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ശാരീരികവും മാനസികവുമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഒക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ട പ്രസവാനന്തര പരിചരണം നൽകുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആയുർവേദത്തിന്റെ അടിസ്ഥാന തത്വത്തിൽ നിന്ന് മാറാതെ ഓരോ വ്യക്തിക്കും ആവശ്യാനുസരണം അനുയോജ്യമായ ചികിത്സ ലഭ്യമാക്കുകയാണ് ശാന്തി ആയുർവേദാശ്രമത്തിന്റെ ലക്ഷ്യമെന്ന് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ നിഷ പറഞ്ഞു. ന്യൂറോളജിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻസ്, അതായത് അൽഷിമേഴ്സ് ഡിസീസ്, പിന്നെ പാർക്കിൻസൺസ് ഡിസീസ്, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, പലതരത്തിലുള്ള മോട്ടോർ ന്യൂറോൺ ഡിസോർഡേഴ്സ്, ത്വക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങളായിട്ടുള്ള സോറിയാസിസ്, എക്സിമ, റാഷസ്, അലർജി തുടങ്ങിയിട്ടുള്ള സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനുള്ള ട്രീറ്റ്മെന്റ്സ് നമ്മളിവിടെ നൽകുന്നുണ്ട്. അതുകൂടാതെ ഗൈനക്കോളജിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻസ്, അതായത് യൂട്രൈൻ ഫൈബ്രോയിഡ്സ് അല്ലെങ്കിൽ PCOD, ആർത്രൈറ്റിക് കണ്ടീഷൻസ്, അതായത് അസ്ഥികളെയും സന്ധികളെയും ഒക്കെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് ഉള്ള ചികിത്സകൾ ഇവിടെ നമ്മൾ കൊടുത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിന് വരുന്ന തകരാറുകൾ മൂലമുണ്ടാകുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സുകൾക്കുള്ള ചികിത്സകൾ നൽകുന്നു. ഒപ്പം തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, ഡയബറ്റീസ്, കർക്കിടക പ്രത്യേക പരിചരണം മാത്രമല്ല, മാറുന്ന ജീവിതചര്യകൾക്ക് ഉതകുന്ന രീതിയിൽ ആയുർവേദത്തെ കൂടെ കൂട്ടുവാൻ പ്രചോദനമാകുകയാണ് ഇവിടം. കൂടുതൽ വിവരങ്ങൾക്ക് 8075749619, 9846889793 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്.